നമസ്കാരം, ഞാൻ ഡോക്ടർ സിമി മോഹൻദാസ്, ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്റർ കോട്ടയത്ത് ഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ആണ്. ആർക്കാണ് വന്ധ്യതാ ചികിത്സ ആവശ്യം എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ കാണാൻ കല്യാണം കഴിഞ്ഞു 3 മാസമായിട്ട് പ്രഗ്നൻസി ആവുന്നില്ല, 5 മാസമായിട്ട് പ്രഗ്നൻസി ആവുന്നില്ല എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളെ ആൻഷ്യസ് ആയിട്ട് വരും. അപ്പോൾ അവരുടെ പ്രസന്റിംഗ് കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ എഴുതുന്നത് തന്നെ ആൻഷ്യസ് ടു കൺസീവ് എന്നാണ്, അല്ലാതെ ഇൻഫെർട്ടിലിറ്റി എന്നല്ല. ഇൻഫെർട്ടിലിറ്റി എന്ന് നമ്മളൊരു കപ്പിളിനെ വിളിക്കണമെങ്കിൽ പോലും അവർക്ക് 1 വർഷത്തിലധികമായും ശ്രമിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എങ്കിലാണ് നമ്മൾ അവരെ ഇൻഫെർട്ടിലിറ്റി എന്ന പേര് കൊണ്ട് വിളിക്കുക. അപ്പോൾ അതിന് മുന്നേ ആരൊക്കെയാണ് കാണേണ്ടത്? അതിന് 1 വർഷം വരെ എല്ലാവരും വെയിറ്റ് ചെയ്യാമെന്നാണോ ഈ പറഞ്ഞതിനർത്ഥം ചോദിച്ചാൽ അല്ല. ഇപ്പോൾ 35 വയസ്സിന് മീതെയാണ് നിങ്ങളുടെ പ്രായം, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും ഒരു 6 മാസത്തിന് ശേഷം പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ ഏജ് ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് 35 വയസ്സിന് ശേഷമുള്ള ആളുകൾ 6 മന്ത്സ് കഴിഞ്ഞിട്ടും കൺസീവ് ആവുന്നില്ല എങ്കിൽ ഡോക്ടറെ കാണാൻ വരണം. അതുപോലെ മുൻപേ ഇപ്പം സിസ്റ്റുകളുള്ള ഓവറി ഉണ്ടെന്ന് നേരത്തെ കല്യാണത്തിന് മുന്നേ കുട്ടികൾക്കൊക്കെ സ്കാൻ ചെയ്ത് ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഓവറിയിൽ ഒരു സിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ മുന്നേ വയറുവേദനയൊക്കെ വന്നിട്ട് ഓവറിയിൽ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഹിസ്റ്ററിയുള്ള ആൾക്കാർ നേരത്തെ ഒരു 6 മാസം കഴിഞ്ഞിട്ടും കുട്ടികളാവുന്നില്ല എങ്കിൽ ഡോക്ടറെ കാണാൻ വരണം. അല്ലെങ്കിൽ വൃഷണത്തിന് എന്തെങ്കിലും ചതവ് വന്നിട്ടുള്ള പുരുഷന്മാർ, അല്ലെങ്കിൽ മംസം മുന്നേ വന്നിട്ട് വൃഷണം വീർത്ത് ആശുപത്രിയിലൊക്കെ കിടന്നിട്ടുള്ള പുരുഷന്മാരാണെങ്കിൽ അവരുടെ ഒരു സെമൻ അനാലിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഞാൻ പലരോടും നമ്മളിങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകണോ എന്ന് സംശയിച്ച് ചോദിക്കുന്ന പലരോടും എന്താണ് നിങ്ങൾക്ക് ഡോക്ടറെ കാണാനുള്ള ഇത്ര ഭയം എന്താണെന്ന് ചോദിച്ചപ്പോൾ 2 തരമാണ്. ഒന്ന് സ്റ്റിഗ്മ, ഞങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാവില്ലാത്തവരാണെന്ന് വിചാരിക്കുമോ എന്നുള്ള പേടി. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി. നമുക്ക് ചിലപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടെസ്റ്റുകൾ ഞങ്ങൾ ഈ കുഴപ്പമെന്ന് പറഞ്ഞ് ചെന്നാൽ ഞങ്ങളെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുമോ എന്നുള്ള ഭയമൊക്കെ കൊണ്ടിട്ടാണ് ആളുകൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു ഇൻഫെർട്ടിലിറ്റി കപ്പിൾ നമ്മുടെ ഒപ്പിൽ വന്നു കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ഡയഗ്നോസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴും അവരുടെ പീരിയഡ്സ് റെഗുലർ ആണോ, അവർക്ക് പീരീഡ് വരുമ്പോൾ വേദനയുണ്ടോ, അവർക്ക് മുന്നേ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ, വയറിൻ്റെ ഉള്ളിൽ ഓവറിയുടെ അടുത്ത ഭാഗത്തായിട്ട് അപ്പൻഡിക്സ് പൊട്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഓവറിയിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ജനിച്ച ഇന്ന് വരെ ആശുപത്രി കിടന്നിട്ടുണ്ടോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കും. അത് ചോദിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹിസ്റ്ററി കിട്ടുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ഡയഗ്നോസിസ് ഉണ്ടാവും, ഇതായിരിക്കാം കാരണമെന്ന്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലാൻ ഇല്ല, എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മൾ ആദ്യം റൺ ചെയ്യുന്ന 2 ടെസ്റ്റുകളാണ്. ഒന്ന് ഭർത്താവിൻ്റെ ബീജപരിശോധന, 2 സ്കാൻ. ഈ ബീജപരിശോധനയും സ്കാനും ചെയ്യാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 1000 രൂപയിൽ താഴെ ആവുള്ളൂ. പലപ്പോഴും ക്യാമ്പൊക്കെ നടക്കുമ്പോൾ പേഷ്യൻസിന് ഫ്രീ ആയി പോലും നമ്മളിത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 2 പരിശോധന കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ പേഷ്യൻറ്റിന് കാര്യമായ കുഴപ്പങ്ങളുണ്ടോ എന്ന് അറിയാനൊക്കും. അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും 2 സ്ഥലത്ത് താമസിക്കുന്നു, അവർ ഇടയ്ക്കിടയ്ക്കേ കൂടെ നിൽക്കുന്നുള്ളൂ, എന്നിട്ട് കുട്ടികളാവുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നവരോട് നമ്മൾ പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ കാലം നാച്ചുറലി ട്രൈ ചെയ്യും, നിങ്ങളുടെ സ്കാനിൽ വലിയ കുഴപ്പം കാണുന്നില്ല, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പാരാമീറ്റേഴ്സ് ബീജ പാരാമീറ്റേഴ്സിലും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും നിങ്ങൾ നാച്ചുറലി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. പിന്നെ ചിലർക്ക് പ്രായം കുറച്ച് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ 32 ഇയേഴ്സായി 34 ഇയേഴ്സായി എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് കുറച്ചേ ആയിരുന്നെങ്കിലും അവർ ചിലരിൽ നമ്മൾ AMH എന്ന് പറഞ്ഞാൽ അണ്ടാശയത്തിൽ അണ്ടം എത്ര ബാക്കിയുണ്ടെന്നുള്ള ടെസ്റ്റും കൂടെ ചിലരോട് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്രയല്ലാതെ ഈ ഒരു ഫസ്റ്റ് വിസിറ്റിൽ ഒരു ഡോക്ടറും നമ്മളുടെ അടുത്ത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനോ ഒരുപാട് ടെസ്റ്റുകൾ റൺ ചെയ്യാനോ ഒന്നും പറയില്ല. പിന്നെ നിങ്ങളൊരു വന്ധ്യതാ ചികിത്സാ കേന്ദ്രത്തിലെ ഡോക്ടറെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഡോക്ടർ ഓരോ ടെസ്റ്റും എന്തിനാണ് എന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് കൂടെ അത് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ടെസ്റ്റുകൾ റൺ ചെയ്യ പോലും ഉള്ളൂ. അപ്പം ഇത് ഭയന്ന് നമ്മൾ വീട്ടിൽ ഡോക്ടറെ കാണിക്കാണ്ട് മാറ്റി വയ്ക്കേണ്ട ഡിനയൽ എന്ന് പറയും. ഒരു അസുഖം ഉണ്ടെന്ന് നമ്മൾ ഡിനൈ ചെയ്ത് നമ്മൾ ആ കാര്യത്തെ അപ്രോച്ച് ചെയ്യാൻ വൈകുന്നതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. ആ ഡിനയൽ ഫേസിലിരുന്ന് ഒരുപാട് കാലം കളയരുത്. നമുക്കതിൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു എങ്കിൽ 1 വർഷമായിട്ട് നാച്ചുറലി ട്രൈ ചെയ്തിട്ടാവുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണാം. അതുപോലെ നേരത്തെ ഡോക്ടറെ കാണേണ്ട ഒരു വിഭാഗമാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകൾ. നോർമലി ബന്ധപ്പെടാൻ പറ്റുന്നില്ലാത്ത കപ്പിൾ നേരത്തെ വന്ന് ഡോക്ടറെ കണ്ട് അവരുടെ പ്രോബ്ലം എന്താണെന്ന് സംസാരിച്ച് അതിലൊരു വ്യക്തത വരുത്തി പോവേണ്ടതാണ്.
അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വോള്യൂം സെമൻ്റെ വോള്യൂം കുറവാണെന്ന് തോന്നുന്ന ആളുകൾ, ഇനി നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. 1000 രൂപയിൽ താഴെയുള്ള 2 ടെസ്റ്റുകൾ ചെയ്താൽ നമ്മൾക്ക് ബേസ് ലൈൻ ആയിട്ട് അറിയാമെങ്കിൽ അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇഫ് യു ഫീൽ ദാറ്റ് യു ഹാവ് ഇൻഫെർട്ടിലിറ്റി. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ടേംസിലാണ് പറയാൻ ശ്രമിച്ചത്. ഒരുപാട് കാര്യങ്ങൾ വളരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാനുള്ളത്. അത് പേടിച്ച് വീട്ടിലിരിക്കേണ്ട, വന്ന് ടെസ്റ്റ് ചെയ്യൂ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കാമല്ലോ എന്നുള്ള കാര്യമാണ് ഞാൻ പോയി എവിടെ നിന്ന് ഞാൻ ഇടയിൽ വെച്ച് തുടങ്ങട്ടെ. അപ്പം എവിടെ വെച്ച് തുടങ്ങണ്ടേന്ന് അറിയോ? കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. ബേസിക്കലി ഇത് ഭയന്ന് വീട്ടിലിരിക്കേണ്ട ഒരു കാര്യമേ അല്ല. നമ്മൾ ആ ഡിനയൽ ഇല്ലാതെ വന്ന് ഒരു 1000 രൂപയിൽ താഴെയുള്ള ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് വലിയ കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. ഇനി ഒരു കുഴപ്പമില്ലാത്ത വന്ധ്യതയുള്ള ആളുകൾക്കും ചികിത്സയുണ്ട്. അത് നിങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുക, കൃത്യമായൊരു ചികിത്സാ പ്ലാൻ പിന്തുടരുക. അങ്ങനെ കൃത്യമായി ചികിത്സിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുട്ടി പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നാൾ പേഷ്യൻറ്റിനെ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. താങ്ക് യു.